ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രണ്ട് അവസ്ഥകളാണ് മനുഷ്യന്റെ സമനില അഥവാ ബാലൻസ് തെറ്റിപ്പിക്കുന്നത്. അതിലൊന്ന് ഞെരുക്കമാണ്, മറ്റൊന്ന് വിശാലതയാണ്. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ചില ആളുകൾക്ക് അവരുടെ ഒരു ബാലൻസ് തെറ്റിപ്പോകും, മാനസിക നിലയൊക്കെ തെറ്റിപ്പോകാറുണ്ട്. ഇപ്പൊ ഞെരുക്കം സംഭവിച്ചാൽ അത് സാമ്പത്തിക രംഗത്താവട്ടെ, അതല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, അങ്ങനെ എന്തെങ്കിലും വല്ലാതെ ഒരു ഞെരുക്കം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ചില ആളുകൾ ഡിപ്രഷനിലേക്ക് പോകാറുള്ളത്. ആ ഡിപ്രഷൻ ചിലരെ മരണത്തിലേക്ക് വരെ എത്തിക്കാറുണ്ട്. ഇന്നിപ്പോ നമുക്കറിയാം, നമ്മുടെ രാജ്യ തലസ്ഥാനം തളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കരിയർ, ജോലി എന്നത് വലിയൊരു സ്വപ്നമായി കൊണ്ട് നടന്നിരുന്ന യുവാക്കൾ, ആ യുവാക്കളുടെ ആ പ്രതീക്ഷക്ക് മങ്ങലേറ്റു, അവർ നിരാശരായി എന്നതുകൊണ്ട് തന്നെ രാജ്യത്ത് എത്രയോ പേർ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഞെരുക്കം മനുഷ്യനെ വല്ലാത്ത അവന്റെ സമനില തെറ്റിക്കും എന്നതിന്റെ ഉദാഹരണങ്ങളാണ് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിശാലത. ജീവിതത്തിൽ വലിയ സൗകര്യങ്ങൾ കിട്ടുക, സാമ്പത്തികമായ വിശാലത, സ്വാധീനം, അധികാരം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരാൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായ അയാൾ വന്ന വഴി മറക്കും, അയാൾ അഹങ്കാരിയായി മാറും, അയാളുടെ ആ ബാലൻസ് തെറ്റും, അയാളുടെ സ്വഭാവം മാറും. അത് അയാളെ മറ്റൊരവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുക, എത്തിക്കുക. അപ്പൊ ഈ ഞെരുക്കവും വിശാലതയും മനുഷ്യന്റെ നിലവിലുള്ള സാഹചര്യത്തെ അട്ടിമറിക്കുന്ന വികാരങ്ങളാണ്. ഈ രണ്ടവസ്ഥയും പരിഹരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഒറ്റമൂലിയുണ്ട്. ഈ രണ്ട് സാഹചര്യത്തിനും പരിഹാരം ഒരൊറ്റ കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ മരണചിന്തയും പരലോകബോധവുമാണ്. ഈ മരണചിന്തയും പരലോകബോധവുമുള്ള ഒരു വ്യക്തി ഒരിക്കലും തന്നെ ഈ സമനില തെറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ-നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ മരണചിന്ത നിങ്ങൾ അധികരിപ്പിക്കുകയും, എന്നാൽ ഫഇന്നഹു മാ ദക്കറഹു അഹദുൻ ഫീ ലൈകിൻ ഇല്ലാ വസ്സഅഹു, ആരെങ്കിലും ആ മരണചിന്തയെ അധികരിപ്പിക്കുന്നുവെങ്കിൽ അവര് എന്തെങ്കിലും ഒരു കുടുസതയിലാണ്, അവരെന്തെങ്കിലും ഒരു ഞെരുക്കത്തിലാണുള്ളത് എങ്കിൽ ഇല്ലാ വസ്സഅഹു, അവർ വിശാലമാകാതിരിക്കുകയില്ല. അതായത് ഇപ്പൊ രോഗത്തിന്റെ ഒരു കഷ്ടതയിലാണ് ഒരാളുള്ളത് വിചാരിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിലാണുള്ളത് വിചാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസത്തിലാണ് അയാൾ അടക്കപ്പെട്ടിരിക്കണമെങ്കിൽ ഇതെന്റെ യഥാർത്ഥത്തിലുള്ള പ്രയാസമല്ല, എനിക്ക് ഈ ലോകമല്ല ശരിക്കുള്ള ജീവിതം, ഞാൻ ഇവിടുന്ന് പോകേണ്ട ആളാണ്, എനിക്ക് രണ്ടാമതൊരു ജീവിതമുണ്ട്, അവിടെയാണ് എനിക്ക് ശരിക്കുള്ള സൽഫലം കിട്ടാനിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു ലോകം ഉണ്ടാകും. ഇത് വിചാരിക്കുന്നതോടുകൂടി അയാൾ ആ ഞെരുക്കത്തിൽ നിന്ന് ഒരു വിശാലതയിലേക്ക് അയാളെ മനസ്സ് കടന്നു വരുമെന്നതാണ്. ഇതേപോലെ തന്നെ ഇത് ബാക്കി നോക്കൂ നിങ്ങൾ, ഒരാൾ വിശാലതയിലാണ്, അയാൾക്ക് സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, സ്വാധീനങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ അയാൾക്കും തന്നെ മരണചിന്തയുണ്ട് എങ്കിൽ അയാൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യൂല, അതിൽ അഹങ്കരിക്കൂല. അയാൾ കുടുസതയിലേക്ക് വരും, ഞെരുക്കത്തിലേക്ക് വരും. അയാൾക്ക് മനസ്സിലാവുന്നത് ഇതൊന്നും എനിക്ക് വലിയ സൗകര്യമുണ്ട്, എനിക്ക് ശമ്പളമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, പക്ഷെ ഇതൊന്നും ഉണ്ടാവൂല, ഇത് മരിക്കണത് വരെ ഉണ്ടാവും. ഈ മരണചിന്ത അയാളെ അഹങ്കാരിയാക്കൂല, അയാളെ വിനയമുള്ളവനാക്കി മാറ്റും. അപ്പൊ മരണചിന്തയും പരലോകബോധവും നമ്മുടെ ജീവിതത്തിന്റെ ഒപ്പമുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും ഞെരുക്കത്തിൽ അമിതമായി നമ്മൾ പ്രയാസപ്പെടുകയും നിരാശപ്പെടുകയുമില്ല, വിശാലതയിൽ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കുകയുമില്ല. ഇതാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. മരണചിന്തയും പരലോകബോധവുമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ജീവിത പരാജയങ്ങളിലും കരിയർ പ്രതിസന്ധികളിലും അങ്ങനെ അങ്ങ് തളർന്നു പോകാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല.
പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ കരിയറാണ് എന്നിടത്തേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജീവിതം സെറ്റാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? കരിയർ സെറ്റാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം സെറ്റായി എന്നാണ്. അങ്ങനെയാണ് ഇന്ന് പരസ്യവാചകങ്ങളൊക്കെ ഇന്ന് ചെറുപ്പക്കാരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കരിയർ സെറ്റാകാതെ പോയാൽ ജീവിതം സെറ്റാകാതെ പോയി, എന്റെ ജീവിതം തകർന്നു പോയി. അപ്പോഴാണ് ആളുകൾ വേഗം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചെറിയ ഒരു മാർക്ക് കുറയുമ്പോഴേക്കും കുട്ടികൾ ഡെസ്പാകണത് എന്താണ്? LSS, USS, NMMS, ഇതൊക്കെ നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങളിലുള്ള ചില മത്സര പരീക്ഷകളാണ്. പക്ഷെ ആ മത്സര പരീക്ഷകളിലുള്ള കുട്ടികൾ പോലും അത് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അതൊരു മാർക്കിന് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അവർ അങ്ങേയറ്റം ഡിപ്രഷനിലേക്ക് പോവുകയാണ്. SSLCക്ക് ഒരു മാർക്ക് കുറയുമ്പോൾ, A+ കിട്ടാതെ പോകുമ്പോൾ അപ്പോഴേക്കും തലകീഴായി മറിയുകയാണ്. ഇത് ഇന്ന് വിശ്വാസി സമൂഹം എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിലേക്ക് പോലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്താ വിഷയം? ഇവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, വിജയം, ശാശ്വത വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെയല്ല. ഒരു കരിയർ സെറ്റായിരുന്നത് കൊണ്ട് ജീവിതം സെറ്റായി എന്ന വിചാരം ഒരു വിശ്വാസിക്ക് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ടേ കാണുള്ളൂ. എന്താ ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. وَلَنَبْلُوَنَّكُمْ, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ, ഭയം കൊണ്ടും അതുപോലെ തന്നെ പട്ടിണി കൊണ്ടും. وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأنفُسِ, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ വിളവുകളെയും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ടും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്കാവുന്നു സന്തോഷ വാർത്ത എന്ന്. എത്ര കൃത്യമാണ് നോക്കൂ നിങ്ങൾ. അപ്പോ പരലോകബോധമില്ലാതെ ഭൗതികത മാത്രമുള്ള ആളുകളുടെ മനസ്സിൽ എന്താണെന്നറിയോ? ഇതാണ് ജീവിതം. അവർ വിചാരിക്കുന്നത് ഇതാണ് ശരിക്കുള്ള ജീവിതം. അപ്പൊ ഇവിടെ അവർ വിചാരിച്ചൊരു കാര്യം കിട്ടാതെ പോയാൽ ജീവിതം തളർന്നു പോയി, പിന്നെ എന്തിനാ ജീവിക്കണം? അതാണ് വേഗം മരണത്തിലേക്ക് കൊടുത്ത് ഓടാനുള്ള കാരണം. എന്നാൽ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് എന്താ? ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്. ഈ പരീക്ഷയിൽ ജയിക്കലാണ് എന്റെ ഉത്തരവാദിത്വം. അതിന്റെ ചോദ്യപേപ്പറിന് ഉത്തരം എഴുതുകയാണ് ഞാൻ വേണ്ടത്, അല്ലാതെ ഒളിച്ചുകൂടല്ല. പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫാണെന്ന് പറയുമ്പോൾ വേഗം ഇറങ്ങി ഓടുകയല്ല ചെയ്യേണ്ടത്. ആ പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നേരിടുകയാണ് വേണ്ടത്. ഇതാണ് ഒരു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ മരണചിന്തയും പരലോകബോധവുമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് രോഗാവസ്ഥയിലും ഏകാന്തതയിലും പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക? ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ പെട്ടെന്ന് രോഗം ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മുൻകാലത്തെ അപേക്ഷിച്ച് ചെറിയ തലകറക്കമോ എന്തെങ്കിലും ക്ഷീണോ പ്രയാസമോ വന്നാൽ ബ്ലഡ് പരിശോധിച്ചു വരും. അന്ന് വരെ ഇല്ലാത്ത ഒരു രോഗം നമുക്കുണ്ട് എന്ന് നമ്മളോട് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. അതോടുകൂടി ചില ആളുകൾ ഡെസ്പാകും. ആ കുടുംബമാകെ ഡെസ്പാകും. നിരാശയുടെ പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്താണ് ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ അമ്മിൻ ഹത്ത ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. റസൂലുള്ളാഹി പറയാണ്, മാ യുസീബുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ ബാധിക്കുകയേയില്ല, മിൻ നസബിൻ, ക്ഷീണമാകട്ടെ, വലാ വസബിൻ, രോഗമാകട്ടെ, വലാ ഹമ്മിൻ, ഉത്കണ്ഠകളാകട്ടെ, ഡിപ്രഷനുകളാകട്ടെ, വലാ ഹുസ്നിൻ, ദുഃഖങ്ങളാകട്ടെ, വലാ അദൻ, ഉപദ്രവങ്ങളാകട്ടെ, വലാ അമ്മിൻ, മനക്ലേശങ്ങളാകട്ടെ, ഹത്ത ശൗകതി യുശാഖുഹ, ഏതുവരെ കാലിൽ തറക്കുന്ന ഒരു മുള്ളാകട്ടെ. അതിലപ്പുറമൊന്നുമില്ലല്ലോ. അതാണ് ഏറ്റവും ചെറുത്. വേറെ സ്ഥലത്ത് തലവേദനയാകട്ടെ എന്ന് പറയുന്നു. ഇതൊന്നും സംഭവിക്കുന്നില്ല. എങ്ങനെയല്ലാതെ? ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ. അഥവാ ഒരു വിശ്വാസിന്റെ കാഴ്ചപ്പാട് രോഗമെന്ന് പറയുന്നത് പോലും പരലോകം കൂട്ടിവെച്ച് ചിന്തിക്കുമ്പോൾ അവിടേക്കുള്ള ഒരു പാഥേയമാണ്, അല്ലാതെ ഇടങ്ങാറാക്കലല്ല. ഒരു തലവേദനക്ക് പോലും കൂലി കിട്ടും, പിന്നെന്താ പ്രശ്നം? അപ്പൊ ആ രോഗം എത്ര കഠിനമാണോ അതിനനുസരിച്ച് മരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ അവരുടെ പാപങ്ങൾ പൊഴിഞ്ഞുപോയി അള്ളാഹു അവനെ സമ്പൂർണ്ണ വിശുദ്ധിയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് പരലോകത്തേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഈ വിശ്വാസമുള്ള ഒരാൾക്ക് രോഗം വന്നു എന്നുള്ളത് കൊണ്ട് എങ്ങനെ തളരുക? ഒരിക്കലും തളരുന്ന സുഹൃത്തുക്കളെ.
അതേപോലെ തന്നെ പരലോക ചിന്തയും മരണബോധവുമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അവൻ അനീതിക്കിരയാവുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ അങ്ങ് തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുക? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ? അപ്പോ ചില ആളുകൾക്ക് അനീതി, അത് വീട്ടിൽ നിന്ന് അനീതി ഉണ്ടാവും, സ്ഥാപനത്തിൽ നിന്ന് അനീതി ഉണ്ടാവും, നാട്ടിൽ നിന്ന് അനീതി ഉണ്ടാവും, പാർട്ടിയിൽ നിന്ന് അനീതി ഉണ്ടാവും, ഭരണകൂടത്തിൽ നിന്ന് അനീതി ഉണ്ടാവും. ഈ അനീതികളെല്ലാം വരുമ്പോൾ അങ്ങേയറ്റം തളർന്നു പോകുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ സ്വന്തം സുഹൃത്തുക്കളിൽ നിന്ന് ആക്ഷേപിക്കപ്പെടുന്ന അവസ്ഥ, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ സ്വന്തം കുടുംബാംഗങ്ങൾ വരെ, സ്വന്തം ഭാര്യ വരെ, ഭർത്താവ് വരെ, മക്കൾ വരെ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഭരണാധികാരികൾ വേട്ടയാടുന്ന ഒരു സാഹചര്യം, അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം, ഇതുണ്ടാകുമ്പോഴും ഒരു വിശ്വാസി ഒരിക്കലും തകർന്നു പോവുകയില്ല. കാരണം എന്താ? വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, വനദഉ അൽ മവാസീനൽ ഖിസ്ത, നാളെ പരലോകത്ത് അല്ലാഹു നീതിയുടെ ഒരു തുലാസ് സ്ഥാപിക്കുന്നതാണ്. ഫലാ തുലമു നഫ്സുൻ ശൈആ, അവിടെ ഒരാളോടും അല്ലാഹു അതിക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയുടെ അത്രയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതൈനാ ബിഹാ, അത് കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. വകഫാ ബിനാ ഹാസിബീൻ, കണക്ക് നോക്കാം നാം തന്നെ മതി, വേറാരും വേണ്ട. ഇത് ഈ വിശ്വാസമുള്ള ഒരു വിശ്വാസിക്ക് നമ്മളോട് ആര് അനീതി കാണിച്ചാൽ എന്താ? നമ്മൾ ആര് തെറ്റിദ്ധരിച്ചാൽ എന്താ? എന്റെ തെറ്റിദ്ധാരണ നീങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്നോട് ആരൊക്കെ അനീതി കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ശരിയായ നീതി എനിക്ക് പുലരുന്ന ഒരു നാള് വരാനുണ്ട്. അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന വിശ്വാസം. ഈ വിശ്വാസമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുമ്പോഴേക്കും ആകെ ഞാൻ തളർന്നു പോയി, ഡിപ്രഷനിലായി, ഞാൻ ഈ മരിക്കല്ലാതെ വേറെ നിർവാഹമല്ല എന്നെങ്ങനെ വിചാരിക്കുക? ഒരിക്കലും ഒരു വിശ്വാസം എങ്ങനെ വിചാരിക്കുക? മരണചിന്തയും പരലോകബോധവുമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കച്ചവടത്തിലും ബിസിനസ്സിലും മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് സമ്പന്നനാകാൻ കഴിയുക? ഇത് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. കച്ചവടത്തിലേക്കും ബിസിനസ്സിലേക്കും ഒക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ചുളുവിൽ എങ്ങനെ കാശുണ്ടാക്കാന്നതിനെ പറ്റി ആലോചിക്കാം. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മറ്റുള്ളവരുടെ കാശ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നെ ഷെയർ മാർക്കറ്റും ബിസിനസ്സും പരിപാടി സ്റ്റാർട്ടപ്പും ഒക്കെ ആയിട്ട് ലക്ഷങ്ങൾ ആളുകളെ വാങ്ങി മുങ്ങുന്ന അവസ്ഥ. എത്ര ആളുകളാണ് ആ രീതിയിലേക്ക് വന്നിട്ടുള്ളത്? എത്ര കംപ്ലൈന്റുകളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്? പണ്ട് ആടുതേക്ക് മാഞ്ചിയ മുതൽ തുടങ്ങിയ സാധനം ഇപ്പോൾ ഓൺലൈനിലൂടെ വരെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോടികളാണ് ആളുകൾ വാങ്ങിക്കൊണ്ട് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അത് കേസാകുന്നില്ല. കാരണം എന്താ? അതിന് വിധേയരായ ആളുകൾ നാട്ടിലറിയേണ്ടെന്ന് വിചാരിച്ചാലും കൊണ്ടില്ല. ഈ ആനുകൂല്യം വെച്ചുകൊണ്ടാണ് പല ആളുകളും ഈ തട്ടിപ്പിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒരു വിശ്വാസിക്ക് ആ തട്ടിപ്പ് നടത്താൻ പറ്റും? ഇനി അങ്ങനെ ഒരാളിന് വിധേയമായി കഴിഞ്ഞാൽ അങ്ങനെ തകരാൻ പറ്റുക? കഴിയില്ല. കാരണം എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? വൈലുല്ലിൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശമാണ്. അല്ലദീന ഇദഖാലു വലന്നാസി യസ്തൗഫൂൻ, അവർ ജനങ്ങളിൽ നിന്ന് അളന്ന് വാങ്ങുമ്പോൾ അവർ പൂർത്തിയായി വാങ്ങും. ഇങ്ങോട്ട് വാങ്ങുമ്പോ ഒക്കെ പൂർത്തിയായി വാങ്ങും. വൈദാ കാലൂഹും വസനൂഹും യുഖ്സിറൂൻ, എന്നാൽ ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴാകട്ടെ അവർ അതിൽ കുറവ് വരുത്തുകയും ചെയ്യും. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അളീം, ഈ മനുഷ്യന്മാര് വിചാരിക്കണില്ലേ ഇത് വലിയ വിളവാന്നാ വിചാരിക്കണേ? നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുന്ന ആ മഹത്തായ ആ പരലോക ദിവസത്തിൽ അവർ എഴുന്നേറ്റ് വരില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ഇതൊക്കെ വിചാരണപ്പെടും. അവിടെ എല്ലാം വരും. ഒരാളെ നയാ പൈസ തട്ടിപ്പ് നടത്തി വഞ്ചന നടത്തി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് അവിടെ നിന്ന് പറയേണ്ടി വരും. 4 കാര്യങ്ങൾക്ക് കണക്ക് പറയാതെ ആദമിന്റെ സന്തതിയുടെ കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നതാണ്. അതിലൊന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മിൻ ഐന അൻഫഖഹു, നീ എവിടുന്നാണ് പണം സമ്പാദിച്ചത്, അതെങ്ങനെയാണ് ചെലവാക്കിയത്? ഇതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടും അതിന്റെ വൗച്ചറും കൊടുത്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കച്ചവടത്തിലും ബിസിനസ്സിലും മറ്റുള്ളവരെ വഞ്ചിക്കാൻ പറ്റുക? ഒരിക്കലും കഴിയില്ല സുഹൃത്തുക്കളെ. മരണചിന്തയും പരലോകബോധവുമുള്ള ഒരാൾക്ക് എങ്ങനെയാണ്
അധികാര ദുർവിനിയോഗം നടത്താൻ കഴിയുക? ചില ആൾക്കാർ ചില സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആളുകളെ മറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ അധികാരവും ആ ഉദ്യോഗ തസ്തികയും പ്രയോജനപ്പെടുത്തി അഴിമതിയും വഞ്ചനയും ആളുകളിൽ നിന്ന് കാശ് ഈടാക്കുന്ന, സ്വാധീനം ഈടാക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നതായി ആയിഷ ബീവി കേട്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅ. എന്റെ സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുക്കുകയും എന്നിട്ട് ഫശഖ്ഖ അലൈഹിം, ആ ഉത്തരവാദിത്വത്തിൽ എത്തിയ ശേഷം, ഉദ്യോഗസ്ഥനായ ശേഷം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ഫശ്ഖുഖ് അലൈഹി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവേ നീ അവനോടും നീ കാർക്കശ്യം കാണിക്കണം. പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ഒരാൾ ഉദ്യോഗസ്ഥരെത്തി, ഒരു പദവിയിലെത്തി, എത്തിയിട്ട് ജനങ്ങളോട് ഏറ്റവും മോശമായി പെരുമാറും, കർശനമായി പെരുമാറും. അങ്ങനെ പെരുമാറിയ പടച്ചോനെ ഈ അവനോട് എന്ത് ചെയ്യണം? കർശനമായിട്ട് പെരുമാറണം. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന. പിന്നെയോ വമിൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹിം ഫർഫുഖ് ബിഹി. എന്നാൽ ഒരാൾ ആ സ്ഥാനമാനത്തിൽ ഇരുന്നുകൊണ്ട് വളരെ ആർദ്രതയോടുകൂടിയാണ് ജനങ്ങളോട് പെരുമാറുന്നതെങ്കിൽ അള്ളാഹുവെ നീയും അവരോട് ആർദ്രതയോടുകൂടി കരുണയോടുകൂടി പെരുമാറണേ. എന്തതിനർത്ഥം? നമ്മളൊരു സ്ഥാനത്തും മാനത്തും ഉത്തരവാദിത്വത്തിൽ എത്തിയിട്ട് സാധാരണ ജനങ്ങളുടെ അവകാശം ചെയ്തു കൊടുക്കാതെ അതിന് കൈക്കൂലി വാങ്ങി, അതിന് പണം വാങ്ങി, അത് പിന്നെ മോശമായ ആൾക്കാരോട് പെരുമാറി, ഈ ഫയൽ പെടല്ല, ആ ഫയൽ പെടല്ല, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് ഇതൊരു വിശ്വാസിയാണ് ചെയ്യണമെങ്കിൽ ഓർത്തു വെച്ചോ, അള്ളാഹുവിനെ പ്രതികാരം ചെയ്യും, പടച്ചോനാണ് പ്രതികാരം ചെയ്യും. എന്നാൽ ജനങ്ങളോട് നല്ല നിലക്കാണ് കൈകാര്യം ചെയ്യണമെങ്കിലോ അള്ളാഹു അവനോട് നല്ല നിലക്കുകയും ഇടപെടുന്നതാണ്. അപ്പൊ ഈ പ്രാർത്ഥനയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് തകർന്നു പോവുകയില്ല. അതുപോലെ തന്നെ മരണചിന്തയും പരലോകബോധവുമുള്ള ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ അധർമ്മങ്ങളുടെ അംബാസഡറായി അറിയപ്പെടാനും അതിലൂടെ സമ്പത്ത് കൈവശപ്പെടുത്താനും എങ്ങനെ കഴിയാം? ഇന്നിപ്പോ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. ആ ചാനൽ തുടങ്ങിയിട്ട് ഇസ്ലാമികമായി ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ പോലീസ് കൂട്ടി. അല്ലെ, എന്താ കാര്യം? തെറി പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കും. തെറി പറഞ്ഞ് രാത്രി നേരം വെളുക്കുന്നത് വരെ തെറി പറഞ്ഞിട്ട് ചെറിയ കുട്ടികൾ അതിന്റെ ഫോളോവേഴ്സ് ആക്കി, കോടികൾ കടക്കുന്ന ആളുകൾ ഫോളോവേഴ്സ് ഉണ്ടാക്കി, അതുകൊണ്ട് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കി ജീവിക്കുക. നുണയും തെറിയും സ്ത്രീകൾ അധിക്ഷേപിച്ചും ലൈംഗിക ആരോപണങ്ങൾ നടത്തി. ആലോചിച്ചു. ഇതുപോലെ തന്നെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത എന്തൊക്കെയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ, അത് വരുമാനമാക്കി മാറ്റുക, അങ്ങനെ ഒരു സെലിബ്രേറ്റ് ആയി മാറുക, അങ്ങനെ ആളുകളുടെ അംഗീകാരം പിടിച്ചു പറ്റുക. ഇതൊന്നും പരലോകബോധമുള്ള ചെയ്യൂല. കാരണം റസൂലുള്ളാഹി പറഞ്ഞ എന്താ? വമൻ ദഅ ഇലാ ദലാലത്തി, ആരെങ്കിലും ഒരു ദലാലത്തിലേക്ക് ഒരാളെ കൊണ്ടുപോയാൽ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മിൻ തബിഅഹു, ആരാണോ അതിനെ പിൻപറ്റിയത് അതിന്റെ ഒക്കെ കുറ്റം അയാൾക്കുണ്ടാവും. ഏതുവരെ? ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ശൈഅ, അവന്റെ മറ്റോനൊരു കുറ്റോട്ട് കുറയില്ല. ഒരു കുറ്റം കുറയാതെ ഈ കുറ്റം മുഴുവൻ അവനെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ വൃത്തികെട്ട എന്തെങ്കിലും സാധനം അപ്ലോഡ് ചെയ്യുമ്പോൾ അത് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു, വ്യൂവേഴ്സ് ഉണ്ടോ, അതിന്റെ ഒക്കെ കുറ്റം കിട്ടും ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇവ മാറിയിട്ടുണ്ടാവും, പക്ഷെ മാറിയൊരു സാധനം അവിടെ ഉണ്ടാവും. നല്ലോണം ആലോചിക്കണം സോഷ്യൽ മീഡിയയിൽ വേണ്ടാത്ത പറയുമ്പോൾ, ആളുകളെ തോന്നിയാസം പറയുമ്പോൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പറഞ്ഞത് ചുരുക്കത്രേ ഉള്ളൂ. നമ്മള് ശരിക്കുള്ള പരലോകബോധവും പടച്ചോനെ പേടി, ഞാൻ മരിക്കുന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ഒരാളും ചെയ്യൂല. ഞെരുക്കമുണ്ടാവുമ്പോൾ തകരൂല്ല, ജീവിതത്തിൽ വിശാലത ഉണ്ടാവുമ്പോൾ അഹങ്കാരം കാണിക്കൂല. ഒരു നല്ല രീതിയിലേ ജീവിച്ചതേയുള്ളൂ, മുന്നോട്ട് പോകും. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണചിന്ത അധികരിപ്പിക്കണം എന്ന കാര്യം വല്ലാതെ ആളുകളെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, ഉത്ബോധിപ്പിക്കുമ്പോൾ, എന്നാ പിന്നെ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായിരിക്കാം എന്ന് ചില ആളുകൾ വിചാരിക്കരുത്. അങ്ങനെ പറയലുണ്ട്. കാരണം എന്താ? എന്തിനാ അതൊക്കെ ഉണ്ടായിരുന്നത്? ഏതായാലും മരിച്ചു പോകണ്ടായിരുന്നു. എന്തിനാ പഠിക്കണത്? ഏതായാലും മരിച്ചു പോകണ്ടായിരുന്നു. എന്തിനാ ജോലി? ഏതായാലും മരിച്ചു പോകണ്ടായിരുന്നു.
അങ്ങനെ മരിച്ചു പോകണ്ടേ എന്നുള്ള ചിന്തയും പറഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായി മാറുന്ന ഒരു സ്വഭാവവും ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറുൽ ആഖിറ. വിശുദ്ധ ഖുർആൻ പറയാണ്, വബ്തഗി ഫീമാ ആതാക, അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് നിങ്ങൾ തേടണം. എന്ത്? ദാറുൽ ആഖിറ, പരലോകമാവുന്ന ഭവനാണ് നിങ്ങൾ ഒന്നാമത് തേടേണ്ടത്. എന്നാൽ വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് ഒരു ഓഹരി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ മറക്കണ്ട. അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. അല്ല മരിക്കും പരലോകം ചേർന്നുകൊണ്ട് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സ്വഭാവം പാടില്ല. ഏതുവരെ അതിന്റെ ഗൗരവം മനസ്സിലാകാൻ ഒരു ഹദീസ് കേട്ടാൽ മതി. നോക്കി നിങ്ങള് റസൂലുള്ളാഹി പറയാ, ഇൻ ഖാമത്തിസ് സാഅ, അന്ത്യദിനം വരികയായിരിക്കും. അതാണല്ലോ ഏറ്റവും വലിയ സംഭവം. അന്ത്യദിനം വരിക എന്നൊരു സാഹചര്യമാണെങ്കിൽ വബിയദി അഹദികും ഫസീല, അപ്പൊ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ ഒരു ചെടിയുണ്ട്. ആ ചെടി കയ്യിൽ വെച്ചപ്പോഴാണ് അന്ത്യദിനം വരുന്നതെങ്കിൽ പോലും അത് കുഴിച്ചിടാനൊരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴിച്ചിടണം. എന്റെ ആഴം നോക്കി നിങ്ങൾ പറയുന്നത് ഏതായാലും ഖിയാമത്ത് നാൾ വരും, എന്താ വെള്ളം ഒലിച്ചു വരും, ഇനി ബന്ധം ഇവിടെ കുഴിച്ചിട്ടിട്ട് എന്ന് വിചാരിക്കുക. നിങ്ങളത് മണ്ണിലിട്ടിട്ട് കയ്യിലെടുക്കാനുള്ള നേരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കുഴിച്ചിട്ടോളിയും. എന്താ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം? മരിക്കും ലോകം അവസാനിക്കും എന്ന് പറഞ്ഞ് ഒരു പണി എടുക്കേണ്ടെന്ന് നടക്കല്ല. നമ്മൾ ചെയ്യാൻ പറഞ്ഞ പണി എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുക തന്നെ വേണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇപ്പൊ ഒരു വാഹനത്തിന്റെ ബ്രേക്ക് എന്തിനുള്ളതാ? അത് വാഹനം നിർത്താനുള്ളതാണ്. വാഹനം നിർത്താനുള്ളതാണ്. പക്ഷെ അത് നിർത്താൻ വേണ്ടി മാത്രമുള്ളതല്ല ബ്രേക്ക്. എന്തിനാണ് ആ ബ്രേക്ക്? അപകടമില്ലാതെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് ഈ വാഹനം എത്തിക്കാനുള്ള ഒരു ഉപകരണം കൂടിയാണ് എന്ത്? ബ്രേക്ക് എന്ന് പറയുന്നത്. അല്ല ബ്രേക്ക് ഉണ്ടല്ലോ, എന്നാ വണ്ടി അവിടെ ചവിട്ടിയിടാന്നുള്ളതല്ല. അത് വണ്ടി ഓടിക്കാൻ, സുരക്ഷിതമായി ഓടിക്കാനുള്ള മാർഗമാണ്. മരണചിന്ത എന്നാൽ സമയം കുറവാണ് എന്ന ബോധ്യമാണ്. സമയം കുറവാണെന്ന് അറിയുന്ന ഓട്ടക്കാരൻ എന്താ ചെയ്യാ? കൂടുതൽ വേഗത്തിൽ ഓടുകയാണ് ചെയ്യുക. അല്ലാതെ ട്രാക്കിൽ കടന്നുറങ്ങും. ഏതായാലും സമയം കഴിഞ്ഞു, നമ്മുടെ കടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെയല്ല, ഇനി കുറച്ച് സമയമുള്ളൂ വിചാരിക്കുമ്പോൾ ഓട്ടം കൂട്ടുക ചെയ്യുക. അപ്പൊ മരണബോധം എന്ന് പറഞ്ഞാൽ കുറച്ചോനെ എനിക്കിന്റെ ആയുസ് തീരാണല്ലോ, എനിക്ക് 60 ആയല്ലോ. റസൂലുള്ളാഹി പറഞ്ഞത് 60-70 ഇടയിലാണല്ലോ ഉമ്മത്തിന്റെ വയസ്സ്. അതുകൊണ്ട് ഇനി അധികം എനിക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ നിസ്കരിക്കണം, കൂടുതൽ നോമ്പ് വെക്കണം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ദുനിയാവിൽ നന്മ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യണം. അതുകൊണ്ട് നമ്മളെന്താ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്? നന്നായി പഠിക്കണം. അതുപോലെ തന്നെ നന്നായി ജോലിക്ക് വേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യവും ജോലിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കല്ല. നന്നായി ജോലിക്ക് വേണ്ടി അധ്വാനിക്കണം. രോഗം വന്നാൽ ഏതായാലും രോഗം മരിക്കാനുള്ള അല്ലെങ്കിൽ ചികിത്സിക്കൊന്നും വേണ്ട. അങ്ങനെയല്ല, നന്നായിട്ട് ചികിത്സിക്കണം. അനീതി വന്നാൽ ആ അനീതിക്കെതിരെ നിലകൊള്ളണം. അനീതിയൊക്കെ സഹിക്കാം, നമുക്ക് പരലോകത്ത് നോക്കാന്നുള്ളതല്ല. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നവര് നിലകൊള്ളണം. തെറ്റിദ്ധാരണകൾ നമുക്ക് നേരെ വരുമ്പോ അതൊക്കെ പടച്ചോന്റെ അടുത്തേക്ക് വിടുക എന്ന് പറഞ്ഞ് മിണ്ടാതൊക്കെ മാത്രമല്ല, അതിന്റെ വസ്തുതകൾ നമുക്ക് പറയാൻ കഴിയണം. അതുപോലെ കച്ചവടത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയണം. അധികാര സ്ഥാനങ്ങളിൽ നമ്മൾ എത്തണം. അതിന് സേവനങ്ങൾ നമ്മൾ ചെയ്യണം. സാമൂഹ്യ മാധ്യമങ്ങൾ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തണം. എല്ലാ ഭാഗത്തുനിന്നും മാറി നിൽക്കുക എന്നുള്ളതല്ല, അതൊക്കെ വസ്തുതാപരമായി നിർവഹിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഞെരുക്കത്തിൽ തളർന്നു പോവുകയോ വിശാലതയിൽ അഹങ്കരിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ആരാ ബുദ്ധിമാൻ? അക്സറുഹും ലിൽ മൗതി ദിക്റ വഅഹ്സനുഹും ലിമാ ബഅദഹ ഇസ്തിഅദാദൻ ഉലൈക ലഖിയാസ്. അവരിൽ മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുകയും മരണശേഷമുള്ള ജീവിതത്തിന് ഏറ്റവും നന്നായി ഒരുങ്ങുന്നവരും ആരാണോ അവനാകുന്നു യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ സുഹൃത്തുക്കളെ, പറഞ്ഞതിന്റെ ചുരുക്കം, ഈ ഭൗതികതന്റെ പിന്നാലെ പോയാൽ ഒരു സമാധാനം ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. നമ്മൾ മരിച്ചു പോകണം. ശരിക്കുള്ള ജീവിതം പരലോകത്താണെന്ന് ഓർത്ത് ജീവിക്കുക. അപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും പറ്റും. നമുക്ക് പരലോകത്ത് എന്തെങ്കിലും ശാശ്വതമായ സ്വർഗം കിട്ടും. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീകളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.